കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസീദാസന്മാർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ തുടർമാനമായൊരു പഠനത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ 4 എപ്പിസോഡായിട്ട് നമ്മൾ കാര്യങ്ങളെ പഠിക്കാനിടയായി. ഞാൻ ദൈവവചനം പറയുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ വചനങ്ങളും അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ, അതിൻ്റെ തനി രൂപത്തിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ പ്രസംഗിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. കാരണം അത്രത്തോളം ബഹുത്താണ് ദൈവവചനം. സ്വതന്ത്രം. എനിക്ക് കിട്ടിയ കൃപയ്ക്കനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചില പ്രിയ സഹോദരങ്ങൾ എന്നെ ഉപദേശിക്കാറുണ്ട്. എനിക്കതിനോട് വിയോജിപ്പൊന്നുമില്ല. ഭാഷ അങ്ങനെ പറയുന്നില്ല, ഭാഷ ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ. എല്ലാ കാര്യങ്ങളും എപ്പോഴും അതിൻ്റെതായ നിലയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കഴിഞ്ഞ ഈ 3-4 എപ്പിസോഡിൽ വീണ്ടും ജനനം എന്നുള്ള വിഷയത്തെ ഊന്നിയാണ് കുറെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞെന്നാണ് എൻ്റെ ധാരണ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കിയും പിതാക്കന്മാരായ ദൈവവൃത്തന്മാരിൽ നിന്ന് വചനം കേട്ട് പഠിച്ചും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ഭൂമി ജനിച്ചു വീണപ്പോൾ എനിക്ക് എല്ലാം അറിയാമായിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് തോന്നുന്നെങ്കിൽ അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് വചനം പറയുന്നത്. പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അറിവുള്ളത് കൊണ്ട് അറിവില്ലാത്തവരെ അവഹേളിക്കുന്ന രീതി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർക്ക് തന്നിരിക്കുന്ന കൃപ ഓരോ നിലയിലാണ്. ഈ 1-ാം വാക്യം 2-ന്റെ 1 ഞാൻ പറഞ്ഞിട്ട് ഞാൻ 8-ലേക്ക് വരിക. ഒന്നുകൂടി പറയാൻ താല്പര്യപ്പെടുക. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ പുതിയ നിയമ അപ്പോസ്തല ഉപദേശമാണ് വചനമെന്ന മായമില്ലാത്ത പാല്. മറ്റു ഓൾഡ് ടെസ്റ്റ്മെന്റ് മായം നിറഞ്ഞതാ. അത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം പഠിക്കുമ്പോൾ അത് മരണത്തിൻ്റെതാണ്, അത് ഇരുട്ടിൻ്റെതാണ്, അത് കൊല്ലുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ആഴത്തിൽ പഠിച്ചെടുക്കേണ്ട വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഈ വചനം ഉള്ളിൽ വീണ് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകണം. ആ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് ഈ 5 സ്വഭാവം രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വിശ്വാസിയിൽ കാണുന്നത്. എന്താണ്? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. അത് നീക്കിക്കളഞ്ഞിട്ട് ഈ മായമില്ലാത്ത പാല് കട്ടി കൂടിയതായും കട്ടി കുറഞ്ഞതായിട്ടുള്ളതിനെ നമ്മൾ കുടിക്കണം. ഈ പഠനങ്ങൾ ഒത്തിരിയാ. ജനിച്ചു വീണ കുഞ്ഞിനെ സ്വയം കുടിക്കാൻ പറ്റുമോ? ഇപ്പം 5 വയസ്സായ കുഞ്ഞുണ്ട്, ചോറ് വാരി കൊടുത്താൽ വാരി തിന്നുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ? അത് ജനിച്ചു വീണപ്പോൾ അവന് കുടിക്കാൻ പറ്റുമോ? കോരി കൊടുക്കണം. അതിനാ പാസ്റ്റർമാരെ വെച്ചേക്കുന്നേ, അതിനാ ശുശ്രൂഷന്മാരെ വെച്ചേക്കുന്നേ, അതിനാണ് ദൈവസഭയിൽ ദൈവം ശുശ്രൂഷന്മാരെ വെച്ചിരിക്കുന്നത്. അവൻ ചിലരുടെ അപ്പോസ്തലന്മാരായി, ചിലരുടെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവസഭയിലുണ്ട് ഈ വകുപ്പുണ്ട്. ദൈവം നിയമിച്ചവരുണ്ടെന്നേ. അവിടെ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയാം. അത് നാം എല്ലാവരും, ആ നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും ഒരുപോലെ സഭയിലെ വിശ്വാസികളെല്ലാം പ്രാപിച്ചെടുക്കണം. ഇന്ന് ഏത് സഭയിലാണ് ഉള്ളത്? ആളെക്കൂട്ടി പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരാണ് ഇന്ന് കൂടുതലും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഏറ്റവും കോറം താഴ്ത്തി വെച്ചിരിക്കുന്ന പുതിയ നിയമസഭയ്ക്കാണ്. 2-3 പേരുടെ തൃപ്തിപ്പെടുന്ന എത്ര ശുശ്രൂഷന്മാരുണ്ട്? ആളെ കൂട്ടുക. ആളെ കൂടുമ്പോൾ ഗുണമുണ്ട്. തോത്രാശ പാത്രം വലുതാവും, കാശ് കൂടുതൽ കിട്ടും.
ശുശ്രൂഷന്മാർക്ക് സുഖിക്കാം, ആള് കളിക്കാം, ഷൈൻ ചെയ്യാം, പല ചെപ്പടി വിദ്യകളും നടത്താം. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് സങ്കടമുണ്ട് ഇത് പറയുമ്പോൾ. ഞങ്ങൾ കൂടി വരുന്ന ഒരു കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം അപ്പം തിന്നാനായിട്ട് കൂടി വന്ന വലിയ സമൂഹം ഉണ്ടായിരുന്നു. ഗുരു നീ എവിടെ? യോഹന്നാന്റെ സുവിശേഷം 5-6 അധ്യായം പഠിച്ചാൽ ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നല്ലോ. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായിട്ട് എത്ര എന്നെ അന്വേഷിക്കുന്നത്? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പോൾ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. അങ്ങനെ കർത്താവ് ഉപദേശം കഠിനപ്പെട്ടപ്പോൾ എല്ലാം പോയി. 12 പേര് ചൊട്ടയെ ഓടിച്ചവിടെ നിപ്പുണ്ട്. എൻ്റെ ഭാവനയാ. അവരോടുള്ള കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയുന്നവരൊന്നും മനസ്സിലാക്കി കൊള്ളണേ. നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? ഒരുത്തനും എൻ്റെ പുറകെ വരണ്ട, എല്ലാം പൊക്കോ. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവന്റെ മൊഴികൾ കർത്താവിൻ്റെ പറക്കലുണ്ട്. നിത്യജീവന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് നിന്റെ പുറകെ വരികയാണ് എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കർത്താവിൻ്റെ പുറകെ പോയാൽ മതി. ഇന്ന് നിത്യജീവന് വേണ്ടി പോകുന്നവരല്ല, ഇന്ന് നിത്യജീവന് വേണ്ടി കൂടുന്നവരല്ല സഭയിലുള്ളത്. കടം മാറ്റാൻ, കഷ്ടത മാറ്റാൻ, കണ്ണീര് തുടയ്ക്കാൻ, വിസ കിട്ടാൻ, ജോലി കിട്ടാൻ, വണ്ടി മേടിക്കാൻ, കിണ്ടി മേടിക്കാൻ, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരി കൂട്ടാനായിട്ടാണ് ഇന്ന് സഭകളിൽ വിശ്വാസികൾ കൂടി വരുന്നത്. അതിനുള്ള പ്രസംഗമാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഓർത്ത് ഞാൻ എൻ്റെ തല കുനിക്കുകയാണ്, നിലം വരെ. വയറുള്ളതുകൊണ്ട് നിലത്ത് മുട്ടത്തില്ല തല. സ്തോത്രം. അപ്പൊ ഇവിടുത്തെ വിഷയം, ദൈവം നിയമിച്ചാക്കിയവരെന്ത് ചെയ്യണം? ദൈവവചനം പ്രസംഗിച്ച് എല്ലാവർക്കും വിശ്വാസത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ പ്രാപിക്കുകയും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനമുള്ള ശിശുയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിലോ? 14 വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കും. ഇന്ന് കാണുന്ന ആത്മീയ ഗോളത്തിലെ വിശ്വാസികളും ശുശ്രൂഷകന്മാരും നല്ലൊരു ശതമാനം, എല്ലാവരുമല്ല, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുള്ളൂ, ദൈവകൃപയിൽ നിലനിൽക്കുന്നുള്ളൂ, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുള്ളൂ. നല്ലൊരു ശതമാനം, ബഹുഭൂരിപക്ഷം എങ്ങനെയായിരിക്കുക? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനുഷ്യരെന്നുള്ള സ്ഥാനത്ത് പാസ്റ്റർ എന്ന് ചേർത്ത് വായിക്കണം, റവറൻഡ്, ഡോക്ടർ എന്ന് ചേർത്ത് വായിക്കണം. കർത്താവ് ആരെയും റവറൻഡും ഡോക്ടറും ആക്കിയില്ല, ഇവർ സ്വയം ആക്കി വെച്ചതാ. കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാം സഹോദരന്മാരെന്നാ പറഞ്ഞു. നമുക്കിപ്പോൾ ഡോക്ടർ പട്ടം ഇല്ലെങ്കിൽ, റവറൻഡ് പട്ടം ഇല്ലെങ്കിൽ, മൈക്ക് ഇല്ലെങ്കിൽ, നമ്മുടെ മുടി കറുപ്പിച്ചില്ലെങ്കിൽ, നമുക്കൊന്ന് ചെറുപ്പക്കാരനെ പോലെ ആയില്ലെങ്കിൽ പ്രസംഗം വരത്തില്ല. ആ ഗതികെട്ട അവസ്ഥയിലായി നമ്മൾ. ഇതെവിടെ നിന്ന് വന്നു സഹോദരങ്ങളെ? ഇത് വ്യാജ സുവിശേഷമാണ്. ഈ വ്യാജ സുവിശേഷത്തിനെതിരെ എനിക്ക് ശക്തിയോടെ പറയാനുണ്ട്. ഞാൻ എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. ദൈവവചനം അതിൻ്റെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ എറണാകുളം പട്ടണത്തുണ്ട്, ചുരുക്കമാണെന്നുള്ളൂ. കേരളത്തിലുണ്ട്, ചുരുക്കമാണെന്നുള്ളൂ. ഇന്ത്യയിലുണ്ട്, ചുരുക്കമാണെന്നേ ഉള്ളൂ. ആഗോള വ്യാപകമായുണ്ട്, ചുരുക്കമാണ്. ഒരു ശേഷിപ്പേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വചനത്തെ കോട്ടിക്കളയുന്നവരാണ്, കൂട്ടുചേർക്കുന്നവരാണ്, മറിച്ച് കളയുന്നവരാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാൻ പോയി, ശ്രദ്ധിച്ചോണം. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇത് നീക്കിക്കളഞ്ഞാലേ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് വിശ്വാസിയുടെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. അർത്ഥം വചനം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ, വചനം ഉള്ളിലോട്ട് കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പ്രസംഗിച്ചു കൂട്ടുന്നുണ്ട്, വിശ്വാസിയുടെ ഒരു ചെവി കൂടി കയറി മറു ചെവി കൂടി അതങ്ങ് പോവുക. 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനാണ് ഞാൻ, അങ്ങനെ ജീവിച്ചവനാ. അതിനുശേഷം ദൈവവചനം ആധികാരികമായി പഠിപ്പിക്കുന്ന ചില പിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇന്ന് അങ്ങനെ മനസ്സിലാകാത്തതുകൊണ്ടുള്ള വികലത, ശൈശവം പലർക്കും ഉണ്ട്. ഞാനത് ആഴത്തിൽ പഠിച്ച ആളാ.
വചനമെന്ന മായമില്ലാത്ത പാല് കട്ടി കൂടിയതുണ്ട്, കട്ടി കുറഞ്ഞതുണ്ട്. അത് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട് വരുന്ന വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞിനെ കുടിപ്പിക്കണം. അത് കുടിപ്പിച്ച് അവരെ വളർത്തണം. ആ കുടിച്ച് വളർന്നതിന് മുൻപ് അവരിലുള്ള രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ 5, 10 അല്ല 15, 20, 30, 40, 50, 60, 70, 80 വയസ്സായ വിശ്വാസിയാണെങ്കിൽ പോലും അവരിൽ എന്തുണ്ട്? ദുഷ്ടതയുണ്ട്, ചതിയുണ്ട്, വ്യാജഭാവമുണ്ട്, അസൂയുണ്ട്, നുണയുണ്ട്. അത് നീക്കിക്കളയണം. പെന്തക്കോസ്തുകാരിലാണ് ഏറ്റവും കൂടുതലുള്ളത് ലോകമനുഷ്യരെക്കാൾ. അത് മാറുന്നില്ല. അത് മാറാനുള്ള വചനം കൊടുക്കുന്നില്ല. ആ വചനം കൊടുത്ത് അവരെ വളർത്തിയെടുക്കണം. 5 സ്വഭാവം മാറ്റണം. എന്തൊക്കെയാ? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇതിൽ വ്യാജഭാവമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നൊരു വിഷയം. വ്യാജഭാവം. പാസ്റ്റർമാർ വ്യാജന്മാരാ. വെളുത്ത മുടി കറുപ്പിക്കുന്ന പാസ്റ്റർ വ്യാജന. ഞാൻ ആ പ്രസംഗം കേൾക്കത്തില്ല. എന്തോ എനിക്കറിയത്തില്ല. മുടി കറുപ്പിച്ച പാസ്റ്റർമാര് പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ എനിക്ക് എന്തുകൊണ്ടോ ഒരു വിഷമം പോലെ. അതുകൊണ്ട് ഞാനത് ഇച്ചിരി ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഞാനെടുത്താൻ കളയും ദൂരം. കാരണം അവർ വ്യാജനല്ലേ. വ്യാജഭാവം പാടില്ലെന്നല്ലേ വചനം പറയുന്നത്. വിശ്വാസികളുടെ കാര്യം ഞാനങ്ങ് വിടുക. അവർ പിന്നെ വചനം പഠിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർമാർ സഭയെ ഉപദേശിക്കുന്നവരാ. അവർ വ്യാജന്മാരാകാൻ പാടില്ല. ആരും ഇത് കേട്ട് വ്യാകുലപ്പെടരുതേ. ദൈവത്തെ ഓർത്ത്. ഞാൻ മരിക്കുന്നവർ ഇങ്ങനെ എന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ടോൺ മാറത്തില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന അത്യുത്തമമല്ലോ എന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല. എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഏത് സമയത്തും മരിക്കാം. എൻ്റെ എന്നല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ അത് തന്നെയാണ്. പിറന്നു വീണൊരു കുഞ്ഞിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. കാരണം അതുപോലൊരു കാലഘട്ടത്തിലായി. മാരകമായ രോഗങ്ങൾക്ക് അടിമയായി ലോകം മാറി. ഭീകരമായ ആക്രമണങ്ങൾക്ക് അതീതമായി ലോകം മാറി. സ്തോത്രം, 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 സ്തോത്രം. 3 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ലോകം മുഴുവൻ രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുക. ലോകം മുഴുവൻ അക്രമകാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കപടഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. സഹോദരങ്ങളെ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുകയല്ല. ഈ പാല് കുടിക്കുന്നതിന് മുൻപ് ഈ വചനം ഉള്ളിലോട്ട് കയറണമെങ്കിൽ ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? തങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശ്വാസികളെ, വീണ്ടും ജനനം പ്രാപിച്ച് വന്ന വിശ്വാസികളെ, സഭയിൽ വീണ്ടും ജനനം നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, രോഗം മാറ്റി, ഭൂതത്തെ പുറത്താക്കി, അങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങളെ ജനത്തിന് കൊടുത്ത് സഭയെ കൂട്ടി വരുത്തുന്ന ആരും മാനസാന്തരപ്പെട്ടവരല്ല. കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ്ടും ജനനം പ്രാപിച്ചവരല്ലവേ അല്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടു വന്നു എന്ന് പറയുന്നവരെ എനിക്ക് വിശ്വാസമില്ല. രക്ഷയുടെ സന്തോഷമില്ല അവരിൽ. രക്ഷയുടെ പ്രത്യാശയില്ല അവരിൽ. രക്ഷിക്കപ്പെട്ടവൻ്റെ ഒരു സമാധാനമുണ്ട്, അതവരുടെ ഉള്ളിലില്ല. പ്രത്യാശയുണ്ട്, അതവരുടെ ഉള്ളിലില്ല. ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കിടന്ന് തുള്ളിച്ചാടും, കിടന്നു കൈയിട്ടടിച്ച് തകർക്കും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുണ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അയ്യോ, അത് ഞങ്ങൾക്ക് വേണ്ട പാസ്റ്ററെ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയാകണം, അത് ഞങ്ങൾക്ക് വേണ്ട പാസ്റ്ററെ. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഏതാ വേണ്ടേ? അനുഗ്രഹം, നന്മ, വിടുതൽ. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഇന്റർനാഷണൽ പാസ്റ്റർ, പേരും പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. വിടുതൽ, 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 ഡെലിവറൻസ് മീറ്റിംഗ്, ഡെലിവറൻസ് മീറ്റിംഗ്, അനുഗ്രഹം, അനുഗ്രഹം, നന്മ, നന്മ. എൻ്റെ പൊന്നു പാസ്റ്ററെ, Efesyർ 1:3 അറിയാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ച് പറയത്തില്ല. ഏതാ Efesyർ 1:3 എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്, ഭൗതികമായിട്ടല്ല. അല്ല, അല്ല, അല്ല. ഭൗതികമായിട്ടാണ് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം കോടീശ്വരന്മാരാണ്. യൂറോപ്യൻ കൺട്രികളിൽ താമസിക്കുന്ന ജഡീകന്മാർ, നിരീശ്വരന്മാർ കോടീശ്വരന്മാരാണ്. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചാണോ? അല്ല.
അവർക്ക് എങ്ങനെയൊക്കെയോ കിട്ടി. കുറേ പേര് വെട്ടിപ്പിടിച്ചത്. ഇവിടെ ഇന്ന് പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ പൈസയ്ക്ക് വേണ്ടി കിടന്ന് പ്രസംഗിച്ച് കോടികൾ ഉണ്ടാക്കി ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ഇവിടെ കിടന്ന് സുവിശേഷം പ്രസംഗിക്കുക. കോടിക്കണക്കിന് സ്വത്തുമായിട്ട് വന്ന ഒരുത്തനോട് കർത്താവ് പറഞ്ഞു, വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, അതിൻ്റെ നാവിൽ വരത്തുമില്ല. സക്കായി യേശുവിനെ കണ്ടപ്പോൾ പകുതി ദരിദ്രർ കൊടുത്തു, ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തു. ഇപ്പോഴത്തേക്ക് സക്കായി ക്ലീനായി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ള പൗലൂസിൻ്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് സക്കായി വന്നു. അതൊന്നും പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. അനുഗ്രഹം സാത്താൻ്റെ വലിയ ചതിയ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ ഭൗതികമായി അനുഗ്രഹിക്കാൻ അല്ലെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കണം. എന്തിനാ വന്നേ? നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിച്ച് ആദാം നഷ്ടപ്പെടുത്തിയ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ജീവവൃക്ഷത്തിലെ ഫലം ഉൾപ്പെടെ നമുക്ക് തന്ന് നമ്മളെ നിത്യജീവനിലേക്ക് നടത്താനാ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ആ സുവിശേഷത്തെ മറിച്ച് കളഞ്ഞ്, കോട്ടിക്കളഞ്ഞ്, വചനത്തിൽ കൂട്ടുചേർത്ത് വ്യാജം പ്രസംഗിച്ച് ഭൗതിക അനുഗ്രഹങ്ങൾ തരാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. യേശുക്രിസ്തു അത്ഭുതം ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. ആ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ജനമാണ് ഇന്ന് ആത്മീയകോളത്തിൽ കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും. യേശുക്രിസ്തു എന്തിനാ അത്ഭുതം ചെയ്തേ? വചനത്തിൽ തരുന്ന പഠനം നമുക്ക് പഠിക്കാന്നേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എടുത്താട്ട് എല്ലാവരും ഒന്നെടുത്തേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് അന്നുള്ള റോമാക്കാരും യഹൂദന്മാരും വിജാതീയരായിട്ടുള്ള യവനന്മാരും വിശ്വസിക്കണം. അതിനു വേണ്ടിയാണ് യേശു അത്ഭുതം ചെയ്തത്, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആള് കളിക്കാനല്ല. ഇന്നത്തെ പോലെ വ്യാജന്മാരായിട്ട് ചെയ്തതല്ല യേശു. ഇന്ന് അത്ഭുതം ചെയ്യുന്നത് എന്തിനാ? കാശുണ്ടാക്കാൻ. ഇന്ന് അത്ഭുതം ചെയ്യുന്നത് എന്തിനാ? ആളെ കൂട്ടാൻ. ഇന്ന് അത്ഭുതം ചെയ്യുന്നത് എന്തിനാ? മറ്റുള്ളവർ മുമ്പാലെ ഷൈൻ ചെയ്യാൻ, ആള് കളിക്കാൻ. അത്ഭുതം നടക്കുന്നുണ്ടോ പാസ്റ്റർ? അയ്യോ അത്ഭുതം നടക്കുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും പറയില്ല. അത്ഭുതം നടക്കുന്നുണ്ട്. തെളിവ് തരാം. എടുക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, ദൈവമേ, 7-ാം അധ്യായം. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളുകൾ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല എന്നല്ല. പല ഭാഷമാരും പ്രസംഗിക്കുന്ന അറിയുന്നില്ലെന്നാ. നോ, അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, അടയാളം നടന്നു, വിസ കിട്ടി, ജോലി കിട്ടി, രോഗി സൗഖ്യമായി, ഭൂതം പോയി, വലിയ അത്ഭുതങ്ങൾ നടന്നു, വലിയ മിറക്കിൾസ് നടന്നു. ബെൽറ്റ് മാറ്റി, കാല് വലിച്ചു നീട്ടി, കൈ വലിച്ചു നീട്ടി. എറണാകുളം പട്ടണത്തിൽ വടക്കേന്ത്യ നിന്ന് വന്ന ഒരു ദുരുപദേശി കൈ വലിച്ചു നീട്ടി, കാല് വലിച്ചു നീട്ടി. ആ സഭയിലുള്ള പാസ്റ്ററോട്, സഭയും പ്രസ്ഥാനം ആളും ഒന്നും ഞാൻ പറയുന്നില്ല, വ്യക്തിഗതം നടത്താൻ താല്പര്യമില്ല, അല്ലാതെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ആ സഭയിലെ ഒരു പ്രധാന വിശ്വാസിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരനൊരു ഡെന്റിസ്റ്റ് ഡോക്ടർ, ഈ അടുത്ത് എൻ്റെ വീടിനടുത്ത് ഈ ഇളപ്പള്ളിയിൽ പുള്ളി ജോലി ചെയ്യുക. അരക്കയ്യേ ഉള്ളൂ, 1.5 കൈ. കറക്റ്റ് ഒരു കൈ, മറ്റേ കൈയുടെ നേർ പകുതിയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് വലിച്ചു നീട്ടി തരാമോ? റാംറാവു പേരും പറയാൻ വേണമെങ്കിൽ, വടക്കേണ്ടെന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഒരു ദുരുപദേശി, ഊത്തുകാരൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വനിതാ ടീമിൽ ജയിച്ചപ്പോൾ ആ ജയിച്ച പെൺകുട്ടിയുടെ പാസ്റ്ററായിരുന്നു അദ്ദേഹം, റാംറാവു. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. കരിയൊക്കെ അടിച്ച് കൊച്ചു ചെറുപ്പക്കാരനായിട്ട് നടക്കുക, അത്ഭുതം കാണിക്കാൻ. അത്ഭുതമൊക്കെ നടക്കുന്നത്, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയല്ല നടക്കുന്നത്. തൻ്റെ സഭയിലെ വിശ്വാസിയായ ഒരു കൊച്ചു ലീഡറായിട്ട് നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വനിതാ ടീമിനെ ജയിപ്പിച്ചല്ലോ. വലിയ ജയമാണെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഒരു മെസ്സേജ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ച്. ജയം അതൊന്നും അല്ല ദൈവമക്കളെ.
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. 2-3 അധ്യായത്തിൽ ആ സഭകളിൽ പറയുന്ന ജയമാണ് യഥാർത്ഥ ജയമെന്ന്. പെന്തക്കോസുകാരേ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ജയിക്കുന്ന ജയമാണ് പെന്തക്കോസുകാരേ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും ജയമല്ല, ഇതൊക്കെ ലോക മനുഷ്യന്റെ ജയമാണ്. വചനത്തിൻ്റെ യാതൊരു ബോധവുമില്ലാതെ ഈ ലോകത്ത് കിടന്ന് പാസ്റ്റർമാർ എന്ന് പറയുന്നവർ വിശ്വാസികളായിട്ട് തുള്ളിപ്പിക്കുക. ഞങ്ങളുടെ കൊച്ചു ജയിച്ചെന്ന്, കൊച്ചു പ്രാർത്ഥിച്ചപ്പോൾ എക്സോഡസിലെ ഒരു വാക്യം ഉള്ളിൽ വന്നെന്ന്, ആ വാക്യം അനുസരിച്ച് കൊച്ചു കുറെ അടിയടിച്ചപ്പോൾ റണ്ണ് കൂടിയെന്ന്, ഇത്ര ഓവറിൽ ഞങ്ങൾ ജയിച്ചെന്ന്, ദൈവം ജയിപ്പിച്ചെന്ന്. ഇതൊക്കെ വെറും ശൈശവമാണ്. കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇതൊന്നും ജയമല്ല. അവർ ലോകക്കാരായാൽ ലോകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ലോകത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. 1 യോഹന്നാൻ 4:5-6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരാറായി. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണം വിശ്വാസികളുടെ മാറിപ്പോകാൻ അവരെ ദൈവവചനം കൊണ്ട് പ്രസംഗിച്ച് ആ 5 സ്വഭാവങ്ങളെ, ഒന്നാമത് ആ വ്യാജ സ്വഭാവം പോണം. ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തി. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ നിലനിന്നിരുന്ന മതം യഹൂദ മതം. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഭരണം റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം. ഹല്ലേലൂയ. ആ യഹൂദ മതം പഠിപ്പിക്കേണ്ട, മത്തായിയുടെ സുവിശേഷം 23-ന്റെ 1-2 വാക്യം പഠിക്കുമ്പോൾ മോശയുടെ പീഠത്തിൽ ഇരുന്ന് പഠിപ്പിക്കേണ്ട ന്യായശാസ്ത്രന്മാരും പരീശന്മാരെയും യേശു പറഞ്ഞത്, ഓ ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെ. ഇന്നത്തെ പെന്തക്കോസ്തുകാരും ശൂഷന്മാരും നല്ലൊരു ശതമാനം കപടഭക്തിക്കാരാണ്. വേഷത്തിലാണ് അവരുടെ ഭക്തി. നല്ല വെള്ളയിട്ട് ഇരുന്ന് ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്കതിലെതിരെ, എനിക്കും വെള്ള ഇഷ്ടമാണ്. ഞാൻ ശുഷിക്കുമ്പോൾ വെള്ള തന്നെ ഇടുന്നത്, വെള്ള മാന്യമായ ഡ്രസ്സ് തന്നെ. പക്ഷെ ഭക്തന്റെ വേഷമാണെന്ന് ധരിക്കരുത്. വെള്ളയിട്ടാൽ ഭക്തനാണെന്നും ഭക്തിയാണെന്നൊന്നും ചിന്തിക്കരുത് ആരും. അതൊന്നും അർത്ഥമില്ല. ജീവിതം, ലൈഫ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞു. ആ മനുഷ്യൻ്റെ അത്ര പോലും ജീവിതമില്ലാത്ത ക്രൈസ്തവ സമൂഹമായി നമ്മൾ ജീർണിച്ചു പോയി, നമ്മൾ അധപ്പതിച്ചു പോയി. നമുക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. ജീവിതം തന്തനം വഴി. ശാസ്ത്രമാർക്കും പരീക്ഷന്മാർക്കും അതാ. അവർ പറയുന്നത് കേട്ടോളാൻ പറഞ്ഞു. പ്രസംഗം പറയുന്നത് കൃത്യമായിട്ട് പറയും. അവിടെ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. വായിച്ചോണേ, മത്തായി 23-1-2-3 വാക്യങ്ങൾ. അവർ പറയുന്നത് നിങ്ങൾ കേട്ടനുസരിച്ചോ, അവിടെ പ്രവൃത്തി പോലെ ചെയ്യരുത്. പറയുന്നതല്ലാതെ അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ. പെന്തക്കോസ്ത് സമൂഹമേ, നമ്മൾ പ്രവർത്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി നമുക്ക് തീരാം. കർത്താവ് വരാറായി. നമ്മളാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ ആത്മീകരാകട്ടെ. ആള് കൂടിയ പാമ്പ് ചാകത്തില്ല. ഒരു വീട്ടിൽ പാമ്പ് കയറി എന്നിരിക്കട്ടെ, ഒരു 500 പേര് വന്ന് വീടിൻ്റെ എല്ലാ മുറിയിലും കയറി ഇന്ന പാമ്പ് ചാവുമോ? എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം. ധൈര്യമുള്ള 2 പേര് വടിയായിട്ട് കയറിയ പാമ്പിനെ തല്ലുകൊല്ല. ആള് കൂടിയാലൊന്നും പാമ്പ് ചാകത്തില്ല. ആള് കൂടിയാൽ ആത്മീകതയാകത്തില്ല. ആളെ കൂട്ടുന്നത് ആത്മീകമല്ല. അവിടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച് ആളെ കൂട്ടുന്നത് ആത്മീകമല്ല. അത് ജഡികമാണ്, അത് പൈശാചികമാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് ആള് കൂടത്തില്ല. ആട് കൂടിയാൽ സ്വോത്രാഴ്ച കിട്ടും. ബാംഗ്ലൂരിൽ നിന്നൊരു ബഹുമാനപ്പെട്ട പാസ്റ്റർ, അദ്ദേഹത്തിന് ബഹുമാനം ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 1965-ലോ 70-ലൊക്കെ 7 രൂപ 50 പൈസ സ്വോത്രാഴ്ച കിട്ടുമായിരുന്നു. പിച്ചക്കാശെന്ന് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിന് ആ പരിജ്ഞാനം ഉണ്ടാകട്ടെ. ഇനിയെങ്കിലും അദ്ദേഹത്തിന് വചനത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ പുള്ളിയോടൊന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ പരിജ്ഞാനം. എക്സ് മിലിറ്ററി ആള്. 2000 വർഷം കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കാശായി. കാശ് വന്ന് കുമിഞ്ഞുകൂടി, ആള് വന്ന് കുമിഞ്ഞുകൂടി. അത്
ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനായിട്ട് 6-7 മിഷ്യൻ വാങ്ങി എണ്ണിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എണ്ണി ബാങ്കിൽ കൊണ്ടുപോയി തള്ളുക. എന്നിട്ട് ആത്മീയത പറയുക, പാസ്റ്ററേ നിങ്ങൾ എന്നേ കൃപയിൽ നിന്ന് പോയി, നിങ്ങൾ എന്നേ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പോയി. പണ്ട് പാവം പിടിച്ച വിശ്വാസികൾ മണ്ണിനോട് പണിയെടുത്തവരും കെട്ടിടപ്പണിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്തവർ 7 രൂപ 50 പൈസ 50 പൈസ വീതം വെച്ച് കുറഞ്ഞ ആളെ വെച്ച് സ്വോത്രാഴ്ചയൊക്കെ കിട്ടി ഉപദേശമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് പിച്ചക്കാശും ഈ ജഡീകന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവം തരുന്നതും. ടോട്ടലി യു ആർ റോങ്. തെറ്റിപ്പോയി. നിങ്ങൾ സാത്താൻ്റെ ഏജൻ്റായി പോയെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പേരും പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഭൗതികം വർദ്ധിക്കുന്നത് ആത്മീകതയല്ല. ജനം കൂടുന്നത് ആത്മീകതയല്ല. ആള് കൂടുന്നതും ഭൗതികം വർദ്ധിക്കുന്നതും ആത്മീകതയല്ല. ആത്മീക നഷ്ടപ്പെടാനാണ് സാധ്യത. ലോകത്തെ ഇവിടെ ഇന്ത്യയിൽ കിടുകിട ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം പറഞ്ഞു 10 പേരെയും കൊണ്ട് എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനതിന് യേശു പറഞ്ഞു 10 പേരെയും കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ കാലമായി മാറി. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ദൈവവചനമെന്ന മായമില്ലാത്ത പാല് ഉള്ളിലോട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ മാറിപ്പോണം. മാറിയിട്ട് ഈ പാല് കട്ടി കൂടിയത് ആദ്യം കട്ടി കുറഞ്ഞ നിലയിൽ കൊടുക്കണം. തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് കട്ടി കുറഞ്ഞത്. അത് കഴിഞ്ഞ് മതി സിംഹാസനവും മഹത്വപ്രതിഷ്ഠതയും രൂപാന്തരവും അതും ഇതൊക്കെ. അത് മതി. തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ നെയിലിച്ച് കിടക്കുന്ന ഒരു ദൂതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ദൂത് പിന്നെയും പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഏത് സഭയിലുണ്ട് തമ്മിൽ സ്നേഹിക്കുന്നത്? പാര വയ്ക്കുന്നവരല്ലേ ഉള്ളത്. ഒരു 2-3 പേര് കൂടിയ തമ്മിൽ പാരയാ. പിന്നെ ഒരു വലിയ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉണർവുണ്ടാകാതെ ഒരെണ്ണം സ്വർഗത്ത് പോകാൻ സാധ്യത കുറവാ. ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി പാപബോധം ജനത്തിന് വന്നു കഴിയുമ്പോൾ മാത്രമേ ഇന്ന് കാട്ടുന്ന കോനാമ്പിച്ചുകൾ അത് ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടാകണം. അതിനുവേണ്ടി ജനം പ്രാർത്ഥിക്കുക. ദൈവവചനം നിർമ്മലമായി പഥ്യോപദേശം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് വരണം. ജനം പാപബോധമുള്ളവരായി തീരണം. ഞാൻ വേദനയോടെ പ്രസംഗിക്കുക. ഞാൻ മനോദുഃഖത്തോടെ പറയുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തെയും ഇന്നത്തെ സഭകളെയും ഓർത്ത് കരയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്ക് പണമുണ്ട്, ആളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, കോടാനുകോടി സ്വത്തുകളുണ്ട്, സഭയ്ക്ക് കോടാനുകോടി വരുമാനമുണ്ട്. പക്ഷേ ജഡീകന്മാരെ കൊണ്ട് പ്രസ്ഥാനം നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വായിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവെൻഷൻ നടന്ന സമയത്ത് പന്തൽ കെട്ടിയതിന് ആ പന്തലുകാരൻ കാശിന് വഴക്കുണ്ടാക്കുന്ന ചിത്രം. ആ ടോക്ക് ഞാൻ കേട്ടു. അവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അത് വേറെ സഹോദരൻ എടുത്തിട്ടിരിക്കുക. ആ സഹോദരൻ പോയ ആ പന്തലുകാരനോട്ട് ഇന്റർവ്യൂ ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതനാ ആ പാസ്റ്റർ. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തത്ത പറയുന്ന പോലെ പറയുക, ഇത്ര ലക്ഷം രൂപയ്ക്ക് പന്തല് ഏറ്റെടുത്തു, പണി കഴിഞ്ഞപ്പോൾ ഇത്ര ലക്ഷം രൂപ കൊടുത്തില്ല. അത് പന്തലിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി അവരൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കും. മുഴുവൻ ജഡീകന്മാരാ. 15 പേരുണ്ടെങ്കിൽ 2 പേര് കാണുമായിരിക്കും ഒരല്പം ആത്മീയ ദർശനമുള്ളൂ. ബാക്കി മുഴുവൻ ജഡീകന്മാരാ. കൺവെൻഷൻ നടത്തുന്നത് കാശടിച്ചു മാറ്റാനാ. കൺവെൻഷൻ നടത്തുന്നത് പണം ഉണ്ടാക്കാനാ. കൺവെൻഷൻ നടത്തുന്നവർക്ക് കാറ് മേടിക്കാനാ, വീട് വെക്കാനാ. ബാംഗ്ലൂരിൽ എൻ്റെ ഒരു കൂട്ടു പാസ്റ്റർ പോയി പ്രസംഗിച്ചു. സഭ പണിക്ക് വേണ്ടി പാസ്റ്റർ കോടികൾ റേസ് ചെയ്തിട്ട് സഭ പണിയുക. എന്നിട്ട് പണിതിട്ട് അതിൽ നിന്ന് കാശടിച്ചു മാറ്റുക. എൻ്റെ ഒരു സഹശുശ്രൂഷകൻ, ആള് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, പോയി വലിച്ചു കീറിയിട്ടു. അവിടെ ഭയങ്കര പ്രശ്നമായി. സഭ 2ആയി. ഒരു കൂട്ടർ പാസ് പറഞ്ഞതും ഒരു കൂട്ടർ കള്ളക്കച്ചവടം ചെയ്യുന്ന പാസിൻ്റെ കൂട്ടത്തിൽ. സഭകളിലൊക്കെ അതാ നടക്കുന്നത്, കള്ളക്കച്ചവടം നടക്കുന്നത്. ഇവിടെ എന്തിനേറെ പറയുന്നു, കർത്താവ് വന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ആ സെയിം സിസ്റ്റത്തിലേക്ക് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ആത്മീക ലീഡർമാർ മാറിക്കഴിഞ്ഞു. പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടി കരയാൻ പറ്റുന്നവർ കരയുക. ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടു വരാൻ പാസ്റ്റർമാർ മാനസാന്തരപ്പെടണം. സംഘാടകർ മാനസാന്തരപ്പെടണം.
കോർഡിനേറ്റ് ചെയ്യുന്നവർ മാനസാന്തരപ്പെടണം, അല്ല സഭയ്ക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം വളരാൻ, ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന്. അതിനു മുൻപ് എന്ത് വേണം? ഈ 5 വിധ പാപങ്ങൾ മാറ്റപ്പെടണം. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. വ്യാജന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. പണ്ടൊരു പാസ് പറഞ്ഞ് ഈ ഇന്ത്യയിൽ ഇറക്കുന്ന കരി മുഴുവൻ പാസന്മാരുടെ തലയമണ്ടയിൽ കിടപ്പുണ്ട്. ഒരു പാസ് പറഞ്ഞതാ. പുള്ളി പറഞ്ഞത് ചിരിച്ചതാ. ഞാനത് പല പ്രാവശ്യം പ്രസംഗിക്കാനിടയായി. ഇറക്കുന്ന കരിമരുന്ന് മുഴുവൻ പാസന്മാരുടെ തലയിലോട്ടാണ് കയറുന്നത്. എന്തിനാ? എടാ, നിനക്ക് വയസ്സായെന്ന് നീ അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് പാസ്റ്റേ, എന്ന് ഷൈൻ ചെയ്യണ്ടേ എനിക്ക്. ഓ, അത് ശരി. നീ ഷൈൻ ചെയ്തോ, ജനം നശിച്ചു പോകും. അതാ ഞാൻ പറഞ്ഞ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. 1 തീമോഥെയോസ് 1:5. അതാണ് ഒരു ശുശ്രൂഷകന് വേണ്ടത്. അത് വ്യാജമല്ല. വ്യാജന്മാര് നിറഞ്ഞിരിക്കുക ഇന്ന്. മായമില്ലാത്ത പാല് കുടിപ്പിക്കവരെ. അതിനു മുമ്പ് ദുഷ്ടത, ചതി, വ്യാജപം, അസൂയ, നുണ അവരിൽ നിന്ന് നീക്ക്. വചനം പ്രസംഗിച്ച് നീക്ക്. എന്നിട്ട് പാല് കൊടുക്ക്. പാല് കൊടുക്കുമ്പോഴേ വളരത്തുള്ളൂ. വളരാതെ കിടക്കുന്ന സമൂഹമായി ഇന്ന് ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുവിടുന്ന ശിശുക്കളായി കിടക്കുക. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷം പോയി ശിശുവുള്ളത് ത്യജിച്ചു കളഞ്ഞു. പാസ്റ്റർമാർ ഉൾപ്പെടെ ശൈശവാവസ്ഥയിൽ കിടക്കുക. വളർച്ചയില്ല, മോരടിച്ച് കിടക്കുക. ആരെ നന്നാക്കാനാ? വള്ളം മുങ്ങാൻ പോകുന്ന നേരത്തെ ആ വള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വള്ളത്തെ രക്ഷപ്പെടുത്താൻ നടത്തിയാൽ നടക്കില്ല. എടുത്ത് വെളിയിൽ ചാടണം. അതാ എനിക്ക് കിട്ടിയ ഉപദേശം. എൻ്റെ ദൈവനം പഠിപ്പിച്ച വികാസം പറഞ്ഞതാ. ഒരു പ്രസ്ഥാനത്തെ നന്നാക്കാൻ നമ്മളാരും അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ നടക്കില്ല. എടുത്ത് വെളിയിൽ ചാടണം. അത് മുങ്ങിക്കൊണ്ടിരിക്കുക. മുങ്ങുന്ന കപ്പലാണ് ഇന്നത്തെ സഭകൾ എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല എനിക്ക്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല, അഗ്നിപ്രളയത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളാണ് ഇന്നത്തെ സഭകൾ. ഏറിയ പങ്കും എല്ലാവരുമല്ല. ഒരു ചെറിയ ശേഷിപ്പാണ് നിത്യതയിലേക്ക് ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ആളുമില്ല, ഒരു പരാതിയില്ല. ഉള്ളവരെ നന്നാക്കി എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ശ്രമം. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവുക ആൾക്കാർ. എന്ത് ചെയ്യാനാ? ലോകത്തിൽ പിടിയായിപ്പോയി. അനീതിയുള്ള മാമോനിലായിപ്പോയി ലോകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,